ന്യൂസ് 16 കേരള. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ പുതിന് മുന്നറിയിപ്പുമായി ട്രംപ്. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അൻപത് ദിവസത്തിനുള്ളിൽ യുക്രൈനുമായുള്ള വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ തയ്യാറാകുന്നില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കടുത്ത തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ 100% തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ ട്രംപ് പറഞ്ഞു. റഷ്യയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണയ്ക്കാൻ US-ന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയോട്ടും മറ്റ് യുദ്ധോപകരണങ്ങളും നാറ്റോയിലേക്ക് US അയക്കുമെന്നും ട്രംപ് അറിയിച്ചു. താനായിരുന്നു ഒരുപക്ഷെ വ്ളാദിമിർ പുതിനെങ്കിൽ യുക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം നടത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനമുണ്ടാക്കുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈൻ ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയുമായി ട്രംപ് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കീവിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് US നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ നിലപാടിൽ നിന്ന് US പിന്നോട്ടു പോകുകയാണെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം നൽകുന്ന സൂചന. റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പുതിനോട് കൂടുതൽ ദേഷ്യം തോന്നുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരുപാട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നയാളാണ് പുതിൻ. നല്ല രീതിയിൽ അദ്ദേഹം സംസാരിക്കും. വൈകുന്നേരമാകുമ്പോൾ എല്ലാവരെയും ബോംബിട്ട് നശിപ്പിക്കും, ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. News 16 കേരള ചാനൽ.